ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒരു റൈഡ് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. ഒരു ചെറിയ റൈഡ് പോയിട്ട് തിരിച്ചു വരുന്നതാണ്. അപ്പം വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് 31,358 കിലോമീറ്റർ, അതായത് 31,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ, നമ്മുടെ സർവീസിൻ്റെ വീഡിയോ ഒരു ഷോർട്സ് മാത്രമായിട്ടാണ് ഇട്ടത്. ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇടാഞ്ഞത്. അപ്പം 31,000 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പം വണ്ടിയുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചെറിയൊരു അപ്ഡേഷൻ ഷെയർ ചെയ്യാൻ വന്നു. കാരണം ഇത്രയും നാളെ എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു, അതായത് ലാസ്റ്റ് സർവീസിൻ്റെ സമയം വരെ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടൈം 2 ഇഷ്യൂസ് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഒക്കെ തരാൻ വേണ്ടിയാണ് വീഡിയോ. സോ ലാസ്റ്റ് സർവീസ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫേസ് ചെയ്തൊരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നൊരു ബ്രേക്ക് ഫെയിലിയർ ആയിരുന്നു. അതായത് പെട്ടെന്നൊരു ദിവസം, ആദ്യം 1-2 ദിവസം കുറച്ച് ബ്രേക്ക് ബൈറ്റ് കുറവായിരുന്നു. പിന്നെ പെട്ടെന്നൊരു ദിവസം വണ്ടിയുടെ റിയർ ബ്രേക്ക് കംപ്ലീറ്റ്ലി ഇല്ലാതായി. അതായത് 0 ഇൻപുട്ട്, അതായത് ഒന്നുമില്ല. നമ്മൾ ആ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു ഇഷ്യൂ ഉണ്ടായി. പിന്നൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ എൻ്റെ കോൺസെപ്റ്റ് കുറച്ച് ലൂസായി. നോക്കിയപ്പോൾ അത് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ 2 മേജർ ഇഷ്യൂസായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അതെനിക്കറിയാം, കാരണം ബാംഗ്ലൂർ ഓടിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായാലും കോൺസെപ്റ്റിന് ഇഷ്യൂ വരും. ഇവിടുത്തെ പല ഓണേഴ്സിനും ഇഷ്യൂ വന്നിട്ടുണ്ട്. അതും മേടിച്ച് ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ വന്നവരുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, റോഡിൽ ഓർക്കപ്പുറത്തൊരു കുഴിയൊക്കെ കാണും. അത് ഓരോ കുഴിയിലും നമ്മൾ ചെന്ന് ചാടുമ്പോഴത്തേനും സസ്പെൻഷൻ തന്നെ ബോട്ടം ഔട്ടാവും. നമ്മളിപ്പോൾ നോർമൽ സ്പീഡിൽ പതുക്കെ പോയാൽ പോലും ഓർക്കപ്പുറത്ത് നമ്മൾ പെട്ടെന്നൊരു കുഴി വരുമ്പോൾ നമുക്ക് ബ്രേക്ക് പിടിച്ച് നിർത്താനോ ഒന്നും പറ്റില്ല. അതിൻ്റെ കൂടെ പില്ലിനൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത്രയും ഫോഴ്സ് ആയിരിക്കും വണ്ടിയുടെ ആ സസ്പെൻഷനിലും കോൺസെപ്റ്റിലൊക്കെ കയറി ചെല്ലുന്നത്. ഞാൻ മാക്സിമം ഭയങ്കര നോക്കിയാണ് ഹമ്പും എല്ലാം എടുക്കുന്നത്. ഗട്ടറിൽ നിന്ന് ഞാൻ വരുമ്പോഴേ ഞാൻ വണ്ടി സ്ലോ ആക്കും. പക്ഷേ ഇങ്ങനെയാണ്, നമ്മൾ ഒന്നും ചെയ്യാനൊക്കത്തില്ല ചില ഭാഗത്ത്. അപ്പോൾ മാത്രമല്ല, ഈ ചില ഭാഗത്ത് റോഡ് മൊത്തത്തിൽ ഈ സർവീസ് റോഡൊക്കെ ഭയങ്കര മോശമായിരിക്കും. അങ്ങനെയുള്ളതോടെ കുറേ നാൾ ഓടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കോൺസെപ്റ്റിൻ്റെ ഒരു ഇഷ്യൂ വരും. അപ്പോൾ അങ്ങനെ കോൺസെപ്റ്റ് മാറേണ്ട വന്നു. ആ 2 മേജർ ഇഷ്യൂസ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അല്ലാതെ എനിക്ക് വണ്ടിക്ക് ഇതുവരെ ഒരു ഇഷ്യൂസും വന്നിട്ടില്ല. പിന്നെ മൈലേജിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, മൈലേജിൽ ചെറിയൊരു ഡ്രോപ്പ് വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് മെയിൻലി നമ്മുടെ വണ്ടി ഓടിക്കുന്ന രീതിയുടെ കൊണ്ടാണോ എന്നറിയില്ല. കാരണം പണ്ട് ഇപ്പോൾ നമ്മൾ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോഴൊക്കെ കുറവാണെങ്കിലും നമ്മൾ നോർമൽ നമ്മുടെ നാട്ടിലെ മെയിൻ റോഡുകളിൽ ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ എനിക്കൊരു 25 ഒരു 28-30 ആവറേജ് നമ്മുടെ മീറ്ററിൽ കാണിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് 25-26 ആവറേജ് കാണിക്കുന്നത്. പിന്നൊരു കാര്യമുണ്ട്, ഇവിടെ ഒന്നെങ്കിൽ നമ്മൾ ട്രാഫിക്കിലായിരിക്കും, അല്ലെങ്കിൽ ഹൈവേയിലായിരിക്കും. അതും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഡെയിലി ആവറേജ് ഭയങ്കര കുറവായിരിക്കും. നമ്മൾ 1-2 ഗിയറൊക്കെ ഇട്ടാണ് ഓഫീസിലൊക്കെ പോകുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ കാണണം. ബാക്കി പിന്നെ എത്തനോളിൻ്റെയൊക്കെ ഇപ്പം ഇങ്ങനെ കോൺട്രവേഴ്സീസൊക്കെ നടക്കുമല്ലേ, മേ ബി അതുകൊണ്ടും ആയിരിക്കും. കമ്പാരിറ്റീവ്ലി എനിക്ക് ലാസ്റ്റ് കിട്ടിയ സംഗമേ പോയപ്പം എനിക്കൊരു 30 ആവറേജ് ടോട്ടൽ റൈഡ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ 30,000 കിലോമീറ്റേഴ്സ് ഓടിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ, എനിക്ക് വണ്ടി ഇതുവരെ അങ്ങനെ ചതിച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഭയങ്കര ബ്രോക്കൺ റോഡിൽ കൂടെ പോയിട്ടുണ്ട്. പിന്നെ ഭയങ്കര നല്ല ഹൈവേസിൽ പോയിട്ടുണ്ട്, പല സ്പീഡിൽ പോയിട്ടുണ്ട്, കുറഞ്ഞ സ്പീഡിലും കൂടിയ സ്പീഡിലും എല്ലാം പോയിട്ടുണ്ട്. അല്ലാതെ വണ്ടി എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നിട്ടേ ഇല്ല. അതുപോലെ പിന്നെ ഇതിൻ്റെ ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരു വൈബ്രേഷൻ കേൾക്കും. അപ്പോൾ സർവീസിൻ്റെ സമയത്ത് പറയുമ്പോൾ അത് ടൈറ്റാക്കി തരും. അത് പിന്നെ ഊഹിക്കാമല്ലോ, നമ്മൾ സിംഗിൾ സിലിണ്ടർ വണ്ടിയാണ്, ഇത്രയും കിറ്റൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഒരു വൈബ്രേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ അത് കാരണം തന്നെ ചിലപ്പോൾ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, അത് ലൂസൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതൊരു റബ്ബർ ബീഡിങ്ങൊക്കെ മാറ്റിയിട്ടോ എന്തൊക്കെ ചെയ്ത് അതിൻ്റെ സൗണ്ടൊക്കെ മാറ്റിത്തരും. അങ്ങനെയൊക്കെയാണ് നടക്കണേ. പിന്നെ വണ്ടിയുടെ ഒരു ക്രൂസിങ് സ്പീഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ആക്ച്വലി ഒരു 100-120 ഹൈവേയിൽ നമുക്ക് സുഖമായിട്ട് പിടിച്ചു പോകാം. നമുക്ക് ഒരു വിഷയമില്ല, നമ്മളിങ്ങനെ ഉറങ്ങിപ്പോയായിരുന്നു മതി. അല്ലാതെ നമുക്കിങ്ങനെ ഒരു എഫേർട്ടും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് കയറിപ്പോകാൻ പറ്റും. ക്രൂസിങ് സ്പീഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല
ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നമ്മുടെ നാട്ടിലെ റോഡിലൊക്കെ അത് തന്നെ ധാരാളം. ഐ മീൻ അതും നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഈ ഇങ്ങനത്തെ തമിഴ്നാട് ഹൈവേയിലും ആന്ധ്ര ഹൈവേ അതുപോലെ വലിയ വലിയ ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കേർട്സിലൊക്കെ മാത്രമേ ഉള്ളൂ. കേരളത്തിലത് അതൊന്നും പറ്റത്തില്ല. പിന്നെ ബ്രേക്കിങ് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് അടിപൊളിയാണ്, റിയർ ബ്രേക്ക് വെറുതെയാണ്. ഒരു യൂസ് ഇല്ലാത്ത സാധനമാണ് പുറകിലത്തെ ബ്രേക്ക്. ഐ മീൻ ഞാൻ വലിയ ബൈറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പം പിടിക്കുമ്പോൾ നമ്മൾ രണ്ടും കൂടെ ആണ് പിടിക്കേണ്ടത്. അപ്പോഴാണ് ABS ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തുള്ളൂ. എന്നാലും മെജോറിറ്റി ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നത് ഫ്രണ്ട് ബ്രേക്കിലായിരിക്കും. ഇപ്പം പിന്നെ അതുപോലെ ഒരു തവണ ഒരു ഫുള്ള് 2 സെറ്റ് ടയറും മാറിയിട്ടുണ്ട്. ആദ്യം കിടന്നിരുന്നത് റോഡ് 5 ആണ് സ്റ്റോക്ക് വരുന്നത്. അത് മാറ്റി ഇപ്പോൾ കിടക്കുന്നത് TVSൻ്റെ യൂറോ ഗ്രിപ്പ് പ്രോട്ടോക്കാണ്. ഇത് അടിപൊളി ടയറാണ് കേട്ടോ. എനിക്ക് വെറ്റ് ഗ്രിപ്പും കിട്ടിയിട്ടുണ്ട്, ഡ്രൈ ഗ്രിപ്പും എല്ലാം നല്ല കിട്ടിയിട്ടുണ്ട്. റോഡിൽ ഇങ്ങനെ കട്ടയ്ക്ക് പിടിച്ച് നിന്നോളും. പക്ഷേ ലൈഫ് കമ്പാരിറ്റീവ്ലി കുറവാണ് കേട്ടോ. അതായത് എനിക്ക് മിഷലിൻ റോഡ് 5 ഓൾമോസ്റ്റ് 22,000 കിലോമീറ്റേഴ്സിന് അടുത്ത് ലൈഫ് ഉണ്ടായിരുന്നു. ഇത് പക്ഷേ ഇപ്പം ഓൾമോസ്റ്റ് 10,000 കിലോമീറ്റർ ആവുന്നേ ഉള്ളൂ. അപ്പോഴത്തേന് ഇത് ഓൾമോസ്റ്റ് പുറകളത്തെ തീരാറായെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം വണ്ടി ഇത് നല്ലൊരു സജഷനാണ്. 6-8 150 ഇപ്പോൾ ഒരു 300-250 cc ബൈക്കൊക്കെ ഓടിക്കുന്നവർക്കൊക്കെ TVS പ്രോട്ടോക്ക് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അത് പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കില്ല. അതായത് ഇപ്പോൾ കോൺസെപ്റ്റിൻ്റെ ഇഷ്യൂ ആയാലും അവർ പറഞ്ഞു സർവീസ് ആകുമ്പോൾ ചെയ്താൽ മതിയെന്ന്. സർവീസ് അവർ വേണമെങ്കിൽ ടൈറ്റ് ചെയ്ത് തരാം, സർവീസിന് കൊണ്ടുവരുമ്പോൾ ചെയ്താൽ മതിയെന്ന്. പക്ഷേ അങ്ങനെ നമ്മൾ മാറ്റി വയ്ക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സർവീസിന് വരുമ്പം നമ്മൾ റെഗുലർ സർവീസും മറ്റേ കോൺസെപ്റ്റും എല്ലാം കൂടെ നമുക്ക് നല്ലൊരു ചിലവാകും. നമ്മൾ മനസ്സിൽ വിചാരിക്കാത്തൊരു എക്സ്പെൻസ് കയറി വരും. പകരം നമ്മൾ ഇതിനൊരു ഇഷ്യൂ വരുമ്പോൾ തന്നെ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ചത്രയും പൈസ മുടക്കണം. എന്തായാലും നമ്മൾ മുടക്കണം, പക്ഷെ ഒന്നിച്ചത്രയും മുടക്കേണ്ട വരത്തില്ല. ഞാനങ്ങനെയാണ് ചെയ്യാറ്. കാരണം ഒന്നിച്ച് നമ്മൾ ചിലപ്പോൾ എടുക്കാൻ കാണില്ല. അപ്പം അതിലും നല്ലത് ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് അപ്പം തന്നെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി സേഫും ആയിരിക്കും. അതുപോലെ അത് ഒരുപാട് വർഷമാകത്തില്ല. ഇപ്പോൾ ഒരു നമ്മുടെ ചെയിൻ ലൂസാണ്, ഓക്കെ, ഇനി ഒരു 1500 കിലോമീറ്റർ കഴിയുമ്പോൾ സർവീസുണ്ട്. അപ്പോൾ അന്നത്തേക്ക് മുറുക്കാമെന്ന് പറഞ്ഞൊന്നും വെച്ചേക്കരുത്. അതിലും നല്ലത് നമ്മൾ കറക്റ്റ് ടൈമിൽ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ മെയിൻ്റനൻസ് ഒക്കെ നൈസായിരിക്കും, വണ്ടി നീറ്റായിരിക്കും. പിന്നെ ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം, വണ്ടി കറക്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് സെറാമിക്കോ PPF ഒക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്തേക്കണം വണ്ടി വാങ്ങിക്കുമ്പോൾ തന്നെ. ഞാനത് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് കുറേ സ്ക്രാച്ചസ് ഉണ്ട്. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഒക്കത്തില്ല ഒന്നും. ഒരു മഴക്കാലം വരുമ്പോൾ തന്നെ സ്ക്രാച്ച് ആയിക്കോളും. കാരണം എന്തായാലും വണ്ടി ചെളി തെറിക്കും. നമ്മൾ എവിടെ വാഷ് ചെയ്യാൻ കൊടുത്താലും അവർ സ്ക്രാച്ച് ആക്കും. നമ്മൾ തന്നെ വാഷ് ചെയ്താലും സ്ക്രാച്ച് ആവും. അപ്പം ഈ PPF സെറാമിക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി കുറച്ചുകൂടെ നീറ്റായിട്ട് അപ്പിയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നീറ്റായിട്ടിരിക്കും. പെയിൻ്റൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇച്ചിരി പൊടിയൊക്കെ പിടിച്ചിരിക്കുക. കാരണം ഞാൻ റൈഡിൽ നിന്ന് വരുന്ന വഴിയാണ്, ഹൈവേയുടെ സൈഡിലാണ്, ഏതോ വിൻഡ്മില്ലിൻ്റെ ഫാനിൻ്റെ കീഴിലാണ്. കണ്ടില്ലേ, വണ്ടി കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ഞാൻ വണ്ടി പക്കാ സ്റ്റോക്കായിട്ട് തന്നെയാണ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത്. ഒരു രീതിയിലുള്ള മോഡിഫിക്കേഷനും ചെയ്തിട്ടില്ല. ആകെ സ്റ്റോക്കിലല്ലാതെ, അല്ലാതെ TVSൻ്റെ അല്ലാതെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയിൻ മാത്രമാണ്. ചെയിൻ കിടക്കുന്ന റോളോണിൻ്റെ ആണ്. TVSൻ്റെ ചെയിൻ എനിക്ക് അത്ര ലൈഫ് കിട്ടിയില്ല. റോളോണിൻ്റെ അതിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. ഇതുവരെ എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. TVSൻ്റെ എനിക്ക് ഏകദേശം 12,000 കിലോമീറ്റർ ആയപ്പോൾ ചെയിൻ പോയി. ഐ മീൻ അത് ലൂസായി, ഭയങ്കരമായിട്ട് ലൂസായി, മുറുക്കാൻ പറ്റാത്ത പോലായി. അപ്പം റോളോണ്ട് ഇട്ട പിന്നെ അതിങ്ങനെ കിടപ്പുണ്ട് ഇപ്പോഴും. അങ്ങനെയാണ്. അപ്പം ജസ്റ്റ് ഒരു ക്വിക്ക് അപ്ഡേറ്റ് തന്നാണ്. അപ്പം ആർക്കെങ്കിലുമൊക്കെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ചെറിയൊരു വീഡിയോ ആണ്, എനിക്കറിയാം. 30,000 കിലോമീറ്ററിൻ്റെ സർവീസിൻ്റെ വീഡിയോ ഒന്നും ഇടാഞ്ഞുകൊണ്ട് ചെറിയൊരു അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. കാരണം കഴിഞ്ഞ സർവീസിനും ഈ സർവീസിനും ഇടയ്ക്ക് 2 ഇഷ്യൂസും വന്നായിരുന്നല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. ആർക്കെങ്കിലുമൊക്കെ
അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.